ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ. നിങ്ങൾക്ക് എല്ലാവർക്കും ആദം വ്ലോഗിലേക്ക് സ്വാഗതം. ഗൈസ്, അപ്പോൾ ബൈ ദ വേ ഞാൻ കടയിലാണ് ഗൈസ്. അപ്പോൾ കടയിൽ ഇന്ന് കുറച്ച് പത്തിരിക്ക് ഓർഡർ ഉണ്ട് ഗൈസ്. ഞാൻ നിങ്ങളെ പത്തിരിയുടെ വീഡിയോ കാണിച്ചു തന്നിട്ടില്ല. അപ്പോൾ ഇന്നത്തെ വ്ലോഗ് പത്തിരി എങ്ങനെ ഉണ്ടാക്കുന്നു എന്നുള്ള വ്ലോഗും, പിന്നെ അതേപോലെ തന്നെ ഇവിടുത്തെ ടൗൺ ജുമാ മസ്ജിദിൻ്റെ അവിടെ നോമ്പ് തുറക്കുന്നതിൻ്റെ വീഡിയോയും കൂടിയാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പത്തിരി ഇവിടുത്തെ ഞാൻ അന്ന് കാണിച്ചിരുന്ന മെഷീനില്ലേ, ആ മെഷീനിൽ തന്നെയാണ് പത്തിരി ഉണ്ടാക്കുന്നത്. അതിന് ഒരു സംഭവം മാറ്റിയിടുന്നുള്ളൂ. അത് മാറ്റിയിടുന്നത് കാണിക്കുന്നില്ല. അതിൻ്റെ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും. സിമ്പിൾ കാര്യമുള്ളൂ. അപ്പോൾ അതിൽ എത്ര ലിറ്ററിന് എത്ര വെള്ളം വെക്കണം, എത്ര കിലോ മാവ് ഇടണം, ഇതൊക്കെയാണ് ഞാൻ ഇന്നത്തെ വീഡിയോ പറയുന്നത്. പിന്നെ പള്ളിയിൽ നോമ്പ് തുറക്കുന്നതിൻ്റെയും വീഡിയോ ഞാൻ ഇടുന്നുണ്ട്. ഇന്ന് ഈ വീഡിയോ തന്നെ ഇത് രണ്ട് ഉൾപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഗായ്സ്. അപ്പോൾ വെള്ളം തിളച്ചു ഗായ്സ്, വെള്ളം വെക്കുന്നത് ഞാൻ കാണിച്ചു തന്നിട്ടില്ല ഗായ്സ്. ഇത് എത്ര കപ്പിനുള്ള വെള്ളം അമ്മീ? 2 കിലോയ്ക്ക് ഗായ്സ്. ഇത് 2 കിലോയ്ക്കുള്ള വെള്ളമാണ് ഗായ്സ് വെച്ചേക്കുന്നത്. ഇട്ടോ ഗൈസ്. ഇനി ഇത് കിടന്ന് വേവണം ഗൈസ്. തീ കുറച്ച് വെച്ചിട്ട് വെള്ളത്തിലിട്ട് വേവിക്കണം. ചട്ടുകടുണ്ട്. ഇനി ഇത് വേവണം. വെന്ത് കഴിഞ്ഞിട്ട് അന്ന് കണ്ട പോലെ ചപ്പാത്തിയുടെ മിക്സ് ചെയ്യണ പോലെ ഉരുളിക്കകത്ത് തന്നെയിട്ട് മിക്സ് ചെയ്തിട്ട് കുഴയ്ക്കുന്ന മെഷീനിലേക്ക് ഇടണം ഗൈസ്. അപ്പോൾ അത് വേവട്ടെ ഗൈസ്. വെന്തിട്ട് കുഴയ്ക്കുന്നത് കാണിക്കാം ഗൈസ്. അപ്പോൾ ഇത് കുഴച്ചോണ്ടിരിക്കുക ഗൈസ്. വെള്ളം എല്ലാം ആവി പിടിച്ചു ഗൈസ്. ഇനി ഇത് ആറാൻ വെക്കണോ? ഇനി ഇത് അടച്ച് ഒരു 5 മിനിറ്റ് ആറാൻ വെക്കണം ഗൈസ്. ആറാൻ മീൻസ് ഇതിൻ്റെ ചൂടൊന്ന് പോകണം ഗൈസ്. ചൂടൊന്ന് പോയിട്ട് ഈ മെഷീനിലേക്ക് ഇടും. എന്നിട്ട് പോലെ തന്നെ ഈ മെഷീനിലേക്ക് ഇടും ഗൈസ്. അപ്പോൾ ഇനി അത് ഇടുമ്പോൾ കുഴയ്ക്കുന്നത് കാണിക്കാം ഗൈസ്. ഇനി ഇത് മെഷീനിലേക്ക് ഇടാൻ പോവാണ് ഗൈസ്. അപ്പോൾ മെഷീനിലേക്ക് ഇട്ടു. ഇതിന് ഓൺ ചെയ്യണം. ഓൺ ചെയ്ത് കുഴയണം. കുഴഞ്ഞ് കഴിയുമ്പോഴേക്കും ഗായ്സ് സംഭവം കൊണ്ടുവന്നിട്ട് ഈ മെഷീനിലേക്ക് ഇടണം ഗായ്സ്. ഇപ്പോൾ ഇത് കണ്ടോ, ഇത് പത്തിരിയുടെ ഡയ്യാ ഗായ്സ്. അപ്പോൾ ഇത് ചപ്പാത്തിയുടെ ഇത്ര വലിപ്പമുണ്ട്, പത്തിരിയുടേന് ഇത്രയും ചെറുതുമാണ്. അപ്പോൾ ബാക്കിയുള്ള പ്രൊസീജിയറെല്ലാം നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇതിലിങ്ങനെ അടിച്ചിറക്കിയിട്ട് ഇതിൽ റോൾ ചെയ്തിട്ട് വന്നിട്ട് ഇവിടെ നിന്ന് പിറക്കി എടുക്കണം. ഓക്കെ ഗൈസ്, അപ്പോൾ ഇത്രേ ഉള്ളൂ. ഇതാണ് പത്തിരിയുടെ മേക്കിങ്. 2 കിലോയ്ക്കുള്ള വെള്ളമാണ് വെച്ചേക്കുന്നത്. 2 കിലോയ്ക്ക് 2 കിലോ പൊടിയാണ് ഗൈസ്. 1 കിലോയ്ക്ക് ഒരു ലിറ്ററിന് 1 കിലോ പൊടി വീതം. ഒരു 2 ലിറ്ററിന് 2 കിലോ പൊടി. 2 കിലോ പൊടിയുള്ളൂ ഗൈസ്. അപ്പോൾ ഇനി മെഷീനിലേക്ക് കൊണ്ടുവന്നിട്ട് അടിക്കുന്ന സെക്ഷൻ കാണിച്ചു തരാം ഗൈസ്. അപ്പോൾ കുഴഞ്ഞു ഗൈസ്. മാവ് കുഴഞ്ഞു. ഈ പരുവത്തിലാവണം ഗൈസ്. ഈ ടെക്സ്ചറിൽ കിട്ടണം ഗൈസ് മാവ്. ഇത് പത്തിരിക്കുള്ളത്. ഇനി ഇതെടുത്തുകൊണ്ട് പോകണം.
എടുത്തുകൊണ്ട് പോയിട്ട് മെഷീനിലേക്ക് കൊണ്ടുവരണം ഗൈസ്. അപ്പോൾ മെഷീനിലേക്ക് ഇടണം. മെഷീനിലേക്ക് ഇടുമ്പോൾ കാണിച്ചു തരാം ഗൈസ് എങ്ങനെയാണ് ഗൈസ്. അപ്പോൾ ഇതേപോലെ ഷീറ്റായിട്ട് വരും ഗൈസ്. ഇതിൻ്റെ അകത്തേക്ക് ഇട്ടു ഗൈസ് മാവ്. ഇത് മാവിട്ടിട്ട് ഇനി ഓൺ ചെയ്യുമ്പോൾ ഇതേപോലെ ഇങ്ങനെ ഷീറ്റായിട്ട് ഇങ്ങനെ ഇറങ്ങി വരും ഗൈസ്. അപ്പോൾ ഈ ഭാഗത്ത് നിന്ന് കട്ട് ചെയ്തിട്ട് നിങ്ങൾ കണ്ടതാ ഗൈസ് ഒരു പ്രാവശ്യം. അപ്പോൾ ഇത്രേ ഉള്ളൂ ഗൈസ് പരിപാടി. അപ്പോൾ ഇനി ഇത് വർക്ക് കഴിഞ്ഞിട്ട് ഇനി ഇത് ചുടുന്നത് കാണിച്ചു തരാം. പത്തിരി ചുടുന്നതും കൂടെ കാണിച്ചു തന്നിട്ട് നമുക്ക് പറയാം ഗൈസ് അടുത്ത കാര്യം. അപ്പോൾ പത്തിരി ചുടുന്നത് ഇനി കാണിച്ചു തരാം ഗൈസ്. അപ്പോൾ പത്തിരി ഇതാണ് ഗൈസ് ഫൈനൽ ടെക്സ്ചർ ഗൈസ്. ഇതാണ് പത്തിരി, നൈസ് പത്തിരി ഗൈസ്. നല്ല ടേസ്റ്റാണ് ഗൈസ്. ചിക്കൻ, ബീഫ് ഇതൊക്കെ കൂട്ടി കഴിക്കാം ഗൈസ്. ഇന്നലെ എനിക്ക് ഇത് തന്നെയായിരുന്നു ഗൈസ്. ഇത് 50 എണ്ണം അല്ല 50 എണ്ണം, ഇങ്ങനെ 50 എണ്ണം വീതം ചപ്പാത്തി ഉണ്ടാക്കുന്ന പോലെ തന്നെ. കഴിഞ്ഞ ദിവസം ചപ്പാത്തി ഉണ്ടാക്കിയില്ലേ, അതേപോലെ തന്നെ ഉണ്ടാക്കുന്ന ഗൈസ്. അപ്പോൾ ഗൈസ് ഇത് കഴിഞ്ഞു. ഇനി പള്ളിയിലേക്ക് പോകണം ഗൈസ് നോമ്പ് തുറക്കാൻ. അപ്പോൾ പള്ളിയിലേക്ക് പോയിട്ട് നമുക്ക് പള്ളിയുടെ ഔട്ട്ഡോർ വീഡിയോ ഒക്കെ കാണിച്ചു തരാം. പള്ളിയുടെ ബിൽഡിങ്ങും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. അകത്ത് വ്ളോഗ് ചെയ്യാൻ പറ്റുമോ എന്ന് അറിയത്തില്ല. നല്ല റഷായിരിക്കും ഗൈസ്, നല്ല തിരക്കായിരിക്കും. അപ്പോൾ ഇനി പള്ളിയുടെ അങ്ങോട്ട് പോയിട്ട് കാണാം. അപ്പോൾ ഗൈസ് പള്ളിയിലേക്ക് പോവാം ഗൈസ്. ടൗണിലെത്തി ഗൈസ്. പള്ളിയിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക ഗൈസ്. പള്ളിയിൽ എത്ര മണിക്കാണ് നോമ്പ് തുറക്കണേന്ന് അറിയത്തില്ല ഗൈസ്. ബാങ്ക് വിളിക്കുന്നത് എത്ര മണിക്കാന്ന് അറിയത്തില്ല. ഒരു 6:36 എന്നാണ് ഞാൻ നെറ്റിൽ നോക്കിയപ്പോൾ കണ്ടത്. 6:36 എന്നാണ് ഗൈസ്. 6:36 തന്നെയായിരിക്കും ബാങ്ക് വിളിക്കണേ. ഗൈസ് അപ്പോൾ ഞാൻ പള്ളിയിലെത്തിയിട്ട് കാണിക്കാം ഗൈസ്. പള്ളിയിലെത്തിയിട്ട് കാണിക്കാം ഗൈസ്. ആ കാണുന്ന ഗൈസ് പള്ളി ഗൈസ്. ആ കാണുന്നതാണ് പള്ളി. ഞാൻ അങ്ങോട്ട് പൊയ്ക്കൊണ്ടിരിക്കുക ഗൈസ്. എത്താറായി ഗൈസ്. കുറച്ചും കൂടി ഉള്ളു ഗൈസ്. ഗൈസ് അതെ ഞാൻ പള്ളിയിൽ നോമ്പ് തുറന്നുകൊണ്ടിരിക്കുക ഗൈസ്. പത്തിരിയും ബീഫുമാണ് ഗൈസ്. കുഴപ്പമില്ല ഗൈസ്, അടിപൊളിയാണ് ഗൈസ്. നമ്മളെ ഇത്ര ആൾക്കാരുണ്ട് ഗൈസ് ഇവിടെ. എല്ലാവരും നോമ്പ് തുറന്നുകൊണ്ടിരിക്കുക ഗൈസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ ഗൈസ്. അപ്പോൾ നാളെ കാണാം.